നോക്കൂ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 വിരലുകളുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാനൊരു മാജിക് കാണിക്കാം. ഓം ക്രീം കുട്ടിച്ചാത്ത പോയി 4 വിരലുകളായി. ഇതൊക്കെ എല്ലാ ചെറിയ മക്കൾ കാണിക്കുന്ന മാജിക്കാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിന്ന് വന്നത് ഇങ്ങനെ കുറച്ച് മാജിക്കുകളും കൺവെട്ട് വിദ്യകളൊക്കെ കാണിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആളൊരു മജീഷ്യനാണ്, അല്ലാതെയും കുറേ കഴിവുകളൊക്കെ ഉണ്ട്. നമുക്ക് ആളെ പരിചയപ്പെടുകയും ചെയ്യാം, കുറച്ച് മാജിക്കൊക്കെ പഠിക്കുകയും ചെയ്യാം. നിങ്ങൾക്കും ആ മാജിക്ക് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാം ഡോളറായി മാറി. നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരുമിച്ച് വന്ന 4 കളർ തന്നെ പച്ചയായി വേറെ കളറായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ജനാർദ്ദനൻ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ കുറച്ച് മാജിക്സ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടായിരുന്നു. പേപ്പർ വെച്ചിട്ട് പേപ്പർ കീറി എന്നിട്ട് പിന്നെ ഫുൾ പേപ്പർ ആക്കി എടുക്കുന്നത്, അത് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ അത് കുറച്ച് കാണിച്ചാണ് ഞാനത്. എനിക്ക് ഞാൻ വേറെ കാണിക്കാം. അപ്പോൾ മാജിക് കാണുന്നതിന് മുമ്പ് ആദ്യം ചേട്ടനൊന്ന് പരിചയപ്പെടാം. അതെ, അപ്പോൾ ചേട്ടൻ മാജിക് മാത്രം ചെയ്യുന്ന ആളാണോ? എന്താണ് ചേട്ടൻ്റെ പ്രൊഫഷൻ? മാജിക്ക് ഞാൻ ഒരു 10-15 കൊല്ലമായിട്ടുള്ളത് പ്രൊഫഷണലായിട്ട് തുടങ്ങിയിട്ട്. അതിന് മുന്നേ ബിസിനസ്സായിരുന്നു. പിന്നെ നാടൻ കലകളെല്ലാം നമുക്കറിയാം, ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നാടൻ കലകൾ എന്ന് പറഞ്ഞാൽ കോൽക്കളി, കൈകൊട്ടിക്കളി, അങ്ങനെയുള്ള പുലിക്കളി, ഇതെല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അരങ്ങേറ്റിയിട്ടുണ്ട്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മാജിക്കിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് കുറച്ച് മാജിക് അറിയായിരുന്നു. അത് നമ്മളെ കുട്ടികൾ കളിക്കുന്ന ചെറിയ ചെറിയ മാജിക്, ഈ പുളിങ്കുരു, ഇത് കല്ലെല്ലാം വെച്ചിട്ടുള്ള മാജിക്കാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അത് ഞാൻ തൃച്ചിരാപ്പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ അവിടെ ഒരു തൈലം വെക്കുന്ന ആളുടെ ഹെൽപ്പറായിട്ട് പോയിരുന്നു. അദ്ദേഹം ഈ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി തെരുവിൽ കുറച്ച് 5-6 മാജിക്ക് ചെയ്യും. അപ്പോൾ ആൾക്കാർ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്കാർ കൂടും അവിടെ വെച്ചിട്ട് പിന്നെ തൈലം വിൽക്കല. അപ്പോൾ ഞാൻ ഹെൽപ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരു 3-4 മാജിക്കൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, അദ്ദേഹം പഠിപ്പിച്ചു തന്നില്ല, പക്ഷെ ഞാൻ സ്വയം പഠിച്ച് അത് കൈവശം അറിയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് മാജിക്സ് ഒക്കെ കാണണം, പഠിപ്പിച്ചോ? പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പഠിപ്പിക്കൊന്നും വേണ്ട, കുറച്ച് ട്രിക്സ് ഒക്കെ കാണിച്ചില്ലേ? അതിനെന്താ, ബാഗൊക്കെ ഞാൻ പിടിക്കാം. മാജിക്ക് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണ മാജിക്ക് ഒരു സിമ്പിളായിട്ടൊരു മാജിക്ക് ചെയ്യും. എൻ്റെ കയ്യിലൊരു ചുവന്ന സിൽക്ക് ഉണ്ട്, സിൽക്കിന്റെ തുണിയുണ്ട്. സിൽക്ക് ഉണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന മാജിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതെൻ്റെ ഉള്ളം കൈയിലേക്ക് ഇങ്ങനെ ഫാം ചെയ്യണം. ഫാം ചെയ്ത് ഞങ്ങളുടെ ഒരു മന്ത്രമുണ്ട്, അപ്രകട 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 എന്ന് പറഞ്ഞിട്ട് തട്ടുമ്പോൾ അത് വേറെ കളറായിട്ട് വരും. ഇങ്ങനെ കളറായിട്ട് വരും. വേണ്ട, അത് തിരിച്ച് ഒരു മന്ത്രമുണ്ട്, അപ്രകട അപ്രകട അപ്ര എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് തിരിച്ച് റെഡായിട്ട് വരും. അതെങ്ങനെ? അത് മാജിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ നേരിട്ട് മാജിക് കണ്ടിട്ടില്ല. അപ്പോഴും ഞാൻ വിചാരിച്ച കയ്യിൽ എന്താ കാണിക്കും, കയ്യിലൊന്നുമില്ല. അല്ല, അത് മാജിക്ക്. ഒരു സിൽക്ക് വെച്ചിട്ട് ഒരു ചെറിയ മാജിക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മാജിക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടു. ഒരു 15 വർഷമായിട്ടുള്ള അവിടെന്നാണോ പഠിച്ചു തുടങ്ങിയ മാജിക്സ്? മാജിക്ക് അത് താല്പര്യം ഉണ്ടെങ്കിലും ഇത് എവിടെ പോയി പഠിക്കും, എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ജീവിത പ്രയാസം മറ്റുള്ള ഇതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് അങ്ങനെ ചിന്തിച്ചില്ല. അല്ല, ചേട്ടൻ്റെ ഒക്കെ ആ കാലത്ത് ഇവിടെ മാജിക് ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നോ? അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ പോയായിരുന്നു. പക്ഷേ എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇന്നത്തെ പോലെ യൂട്യൂബോ ചാനലോ മറ്റുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് എവിടെ പഠിപ്പിക്കുമെന്ന് അറിയില്ല. പിന്നെ കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെ മാജിക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട്, ഞാൻ പറ്റിക്കാൻ വേണ്ടി കാർഡൊക്കെ വെച്ചിട്ട് ചില മാജിക്കൊക്കെ ചെയ്യും, കോയിൻ വെച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അത് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അങ്ങനെ മാജിക്ക് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ചേരാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമെല്ലാം ഞാൻ പിന്നാക്കം നിന്നു, കാരണം നമുക്ക് അവിടെ പോയി അങ്ങനെയുള്ള സമയമല്ല, നമ്മുടെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങൾക്കും ഇല്ല.
പിന്നെ പോകാൻ തീരുമാനിച്ചു മാജിക് അക്കാദമിയിൽ, മുതുകാടിൻ്റെ മാജിക് അക്കാദമിയിൽ ചേർന്നു. അവിടെ ഒരു 4.5 വർഷം അടുപ്പിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് മാജിക്കിലേക്ക് വന്നത്. ഇത് വെച്ച് ഒരു ചെറിയ ട്രിക്ക് തന്നെ, ഒരു ട്രിക്ക് നമ്മൾ മാജിക് ആണല്ലോ. അപ്പം നമ്മൾ ഈ സിൽക്കൊന്നും നോക്കി ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഞാനും കൂടെ കാണിച്ചു കൊടുക്കട്ടെ. ഒന്നുമില്ല കേട്ടോ, സിൽക്കാണ് ഇത്. ഇത് ഇങ്ങനെ പിടിച്ച് ഞാൻ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു കെട്ടിട്ടു, ഒരു കെട്ട്, ഒന്നും കൂടി ഒരു കെട്ടും കൂടി ഇട്ടു, കെട്ടിയിട്ട് അവിടെ മുറുക്കി, അതൊന്ന് വലിച്ച് മുറുകിയില്ലേ, നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നും കൂടി കെട്ടാ. ഇപ്പം എത്ര കെട്ടായി? 3 കെട്ട്. 3 കെട്ടായി. ഒന്നും കൂടി വലിച്ചേ, ടൈറ്റ് അല്ലേ? ഇനി കെട്ടണോ? വേണ്ട, 3 കെട്ടായില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇത് ഞാൻ എൻ്റെ വായലിക്ക് ഇടാം. 3 കെട്ടും കഴിഞ്ഞു. 3 കെട്ട് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവിടെ മാജിക് അക്കാദമിയിൽ ഞാൻ ചെന്ന് ചേർന്നെങ്കിൽ പോലും അവിടെ ശ്രീകുമാർ തിരുമുൽപ്പാട് എന്ന് പറയും, ഒരു ശ്രീകുമാർ സാറ് അവിടുത്തെ മെയിൻ ആൾ. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മളോടുള്ള ഒരു വിനയത്തെല്ലാം കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ ഇതായി. ഞാൻ ഒരു 4-5 എല്ലാം പഠിച്ചിട്ട് പതുക്കെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഇതിൽ നമ്മളതിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായി, എങ്കിലും ഞാൻ മുടങ്ങാതെ പോയി അതിൽ മാജിക് ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയി മാജിക് ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലയിലും പോയി ചെയ്തിട്ടുണ്ട്. അനേകം സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര ട്രിക്സ് ചെയ്യും? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ ഈ കടലല പോലെയാണ്. ഇത് വിദ്യക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതാണത്. പിന്നെ വലിയ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗാ ഇതിനൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ഏതെങ്കിലും ഇങ്ങനെ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ പോകും. ചിലപ്പോൾ ഹെൽപ്പർമാരെ കൂട്ടി പോകും, അല്ലെങ്കിൽ 1 month ഷോ അങ്ങനെയൊക്കെ ചെയ്യും. ആൾക്കാരൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ മാജിക്കിൽ അത് ഇഷ്ടം തന്നെയാണ്. പിന്നെ ഇത് കാര്യം യൂട്യൂബും മറ്റുള്ളതിലെല്ലാം എന്ത് തന്നെ കാണിച്ചാലും മാജിഷ്യൻ നന്നായി മാജിക് ചെയ്യാൻ അത് കണ്ടിരിക്കും. അതെ, അതാ പറഞ്ഞത്, നമുക്ക് അറിയാതെ ട്രിക്ക് ആണെന്നൊക്കെ. പക്ഷെ ഒരാളെ പെർഫോമൻസ് കണ്ടുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടുന്നത്. അത് അറിയാം. അടുത്തൊരു മാജിക്ക് ഞാൻ ചെയ്യാൻ പോവാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കടലാസുകളാണുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഇന്ത്യയാണ്. ഈ കറൻസി എല്ലാം മാറി ഡോളറാവും. പക്ഷേ ഈ മജീഷ്യന്മാർ ഇതെല്ലാം മുൻകൂട്ടി കാണും. വേണ്ട, എല്ലാം മുൻകൂട്ടി കാണും. അവർ ഇത് മുൻകൂട്ടി നിങ്ങൾക്കൊരു സൂചന തരാണ്, ഇനി ഡോളറാണ് വരാൻ പോകുന്നത്. പക്ഷേ ഞങ്ങൾ കടലാസ് വെച്ചുകൊണ്ടാണ് ഡോളറാക്കുന്നത്. എന്ന് പറയുമ്പോൾ എല്ലാം ഡോളറായി മാറിയാണ്. ആവശ്യം വരും, ചേട്ടന് ആവശ്യം വരും. പൈസ ഡോളർ കണ്ടോ? പക്ഷെ ഇത്ര അടുത്തിരുന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ട്രിക്കായി കാണിക്കുന്നത്. അത് മാജിക്ക് ഒന്നുമില്ല. പിന്നെ ചേട്ടൻ ഈ മജീഷ്യൻ മാത്രമല്ല, വേറെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഷോർട്ട് ഫിലിമിൽ ഒരു 9 വർഷം മുന്നേ ഞാൻ ഒരു ഷോർട്ട് ഫിലിം എടുത്തു. അത് ഞാൻ ഈ മാജിക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ മഹാത്മ വെല്ലുവണ്ടി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, അത് മണി കണിയാമ്പോഴാന്ന് പറഞ്ഞ സംവിധായകനെ എടുത്തത്. അപ്പോൾ അതിലൊരു നമ്പൂരിൻ്റെ വേഷമുണ്ട്, അഭിനയിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എത്രയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നീടാണ്. അപ്പോൾ ഈ ഇതിൽ നമ്പൂതിരിയുടെ വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം മടി പറഞ്ഞു. പിന്നെ അദ്ദേഹം ക്ഷണിച്ചു, ഒരു ലൊക്കേഷൻ കാണാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്പൂരിൻ്റെ വേഷം കെട്ടി അതിലഭിനയിച്ചു. അത് തിരുവനന്തപുരം, ചേലക്കര, അങ്ങനെ പല സ്ഥലത്തായിട്ടായിരുന്നു. ഇവിടെ തൃശ്ശൂർ, വാടാനപ്പള്ളി, അങ്ങനെ പല സ്ഥലത്തായിട്ടായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തരിങ്ങനെ ഓരോന്നിലേക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ സപ്പോർട്ട് ആർട്ടിസ്റ്റ് യൂണിയൻ്റെ ഇതിൽ ചേർന്നു. ഞാൻ എറണാകുളം പ്രവർത്തിക്കുന്ന സംസ്ഥാന അടിസ്ഥാനത്തിൽ
സപ്പോർട്ട് ആർട്ടിസ്റ്റ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും എറണാകുളം ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ സപ്പോർട്ട് ആർട്ടിസ്റ്റായിട്ട് പോയത്. അത് മാജിക്കിലിടയ്ക്ക് അങ്ങനെ സമയം കിട്ടുമ്പോൾ അതിന് പോകും. അതിപ്പോൾ ഒരു സിനിമാ നടനായിട്ട് അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മമ്മൂട്ടിയുടെ പുള്ളിക്കാരൻ സ്റ്റാറാണ് സിനിമയിൽ അറബി മാഷായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അതുപോലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് സമയമില്ല അതിനിപ്പോൾ. പിന്നെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഇനിയിപ്പോൾ ഒരു സ്റ്റാർ ആവാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഒരു തൊഴിൽ മാജിക് ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അതിന് പോകാനും ടൈം കിട്ടുന്നില്ല. അതങ്ങനെയാണ് അതായത്. എന്നാലും നല്ല വേഷം കിട്ടിയാലൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകും. അപ്പോൾ നമുക്ക് പരിപാടി ഇവിടെ നിർത്തുന്നതിന് മുമ്പേ ഒരു മാജിക് കൂടെ കാണാം. അതെ, കണ്ടാലും മതിയാവില്ല. കുറച്ച് സിൽക്ക് ഉണ്ട് ഡെയിൽ. അതെ, ഒരു മഞ്ഞ കളറ്, ഒരു നീല, ഒരു ചുവപ്പ്, ഒരു പച്ച. അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു സിൽക്ക് എടുത്തു. ഇത് യെല്ലോ. അത് ഞാൻ എടുത്തിട്ട് എൻ്റെ ഈ ഉള്ളം കൈയിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു സിൽക്ക് നീല, ബ്ലൂ, അതും ഞാൻ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഗ്രീൻ, അതും വെച്ചിട്ടുണ്ട്. ഇനി റെഡ്. അപ്പം 4 കളറായി അല്ലേ? 4 കളറ്. ഇനി ഒന്ന് അബ്രകട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പോസക്ക് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ ഇറക്കി ഇത് എത്ര കളറായിരുന്നു? 4 കളറ്. അങ്ങനെ വിട്ട് ഇത് കയ്യിൽ പിടിച്ച് ഒന്ന് നിവർത്തി വയ്ക്കുക. അയ്യോ, എത്ര കളറുണ്ട്? ഇതൊരുമിച്ച് വന്ന 4 കളർ തന്നെ. ആ കയ്യിലൊന്നുമില്ല. അത് മാജിക്കാണ്. അതെ, എനിക്ക് അമ്പരപ്പ് മാറുന്നില്ല. അതിൻ്റെ ഒപ്പം പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അമ്പരപ്പ് മാറുന്നില്ല. ഇനിയും കൂടുതൽ മാജിക്കൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പം ചെറിയ സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുകയാണ്. സമയപരിധി അല്ല, നമ്മൾ പ്രകൃതി രമണി അന്വേഷിച്ച് വന്ന് ഇവിടെ നല്ല കൊതുകാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ ചേട്ടന് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഷോർട്ട് ഫിലിമും ഡയറക്ഷനൊക്കെ ചെയ്യാൻ പറ്റട്ടെ. പറ്റുന്ന വഴി ഇങ്ങനെ ചെയ്യാം. എന്തായാലും വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിത പരാതി മൂലം നമ്മൾ കഷ്ടപ്പെട്ടുമ്പോഴും നമ്മൾ നാടൻ കലകളൊക്കെ പഠിച്ചിരുന്നു. കളരി കുട്ടികളെ കളരി പഠിപ്പിച്ചിരുന്നു. നാടൻ കലകൾ എന്ന് പറഞ്ഞാൽ ഈ കൈകൊട്ടുകളി, കോൽക്കളി ഇതെല്ലാം പഠിപ്പിച്ചിരുന്നു. അപ്പം അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ഒരു കലയാണ്. അതിങ്ങനെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചേട്ടൻ്റെ ആഗ്രഹങ്ങളും എല്ലാം നടക്കട്ടെ എന്ന് ആശംസയുണ്ട്. നമ്മൾ നിർത്താണ്. നന്ദി. സന്തോഷം.